ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മിനിപ്പിള്ള X3യിൽ ഷേപ്പ് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു 6 LED പാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 LED പാർ. അപ്പോൾ ഈ നമ്മളെ ഒന്നാമത്തെ പിക്ചറിൽ ഇത് 6 LED പാർ കയറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഇന്ന് ഷേപ്പാണ് ഇടാൻ പോകുന്നത്. ഷേപ്പ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഷേപ്പ് ജനറേറ്റർ ഉണ്ട്. അത് നമ്മളെങ്ങനെയാണ് ഇടാൻ പോകുന്നതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. പാലറ്റ് എന്നൊരു ഗ്രീൻ കളർ കൊടുത്തു, ഈ കളർ കൊടുത്തു. നമ്മൾ ഷേപ്പ് കൊടുത്തു, റീപ്ലേ ഷേപ്പ് കൊടുത്തു, ഡിമ്മർ ഷേപ്പ് കൊടുത്തു. നമ്മൾ ഡിമ്മർ സ്പ്രെഡ് കണ്ടു. അത് നമ്മൾ കാണാൻ പോകുന്ന ഡിമ്മർ പസിലാണ്. ബി കേട്ടോ, ഡിമ്മർ പസിൽ. ഇനി നമുക്കൊരു ഷേപ്പ് പാരാമീറ്റർ സ്പീഡ് കൂട്ടാം. പിന്നെ ഈ സ്പ്രെഡിൽ നമുക്ക് ഞാൻ ഒന്നാമത്തെ ഇട്ടിച്ച ഇങ്ങനെ 2 കണ്ടോ. നമുക്ക് ഈ ഒരു ഷേപ്പ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീൻ കൊടുക്കുക. അല്ല, ആദ്യം ഷേപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. ഷേപ്പ് ഓഫ് ചെയ്യുക, അതിന് സീൻ കൊടുക്കുക. നമ്മൾ പിക്ചർ മോഡാണോ, പിക്ചർ റെക്കോർഡ് പിക്ചർ മോഡാണോ, ചാനൽ മോഡാണോ, ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പിക്ചർ മോഡ് സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പേജിൽ, ഒന്നാമത്തെ പേജാണ്, എവിടെയാണ് പേജ് കേട്ടോ. പ്ലേബാക്ക് പേജ് 10 പേജിലായിട്ട് 12 ഫേഡുണ്ട്. ഒന്നാമത്തെ പേജിൽ 12 സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 120 പ്ലേബാക്ക് പേജ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നാമത്തെ പേജിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ 12 സേവ് ആയിട്ടുണ്ട്. ആക്സെപ്റ്റ് ക്ലിയർ കേട്ടോ. അടുത്ത് നമുക്ക് വേറെ എടുക്കാം. ലൊക്കേറ്റ് നമുക്കൊരു പാലറ്റിലൊരു ഗ്രീൻ കളർ എടുത്തു, ഷേപ്പ് കൊടുത്തു, റീപ്ലേ ഷേപ്പ് കൊടുത്തു, ഡിമ്മർ ഷേപ്പ്. നമ്മൾ പസിലെടുത്തു. ഇനി ഡിമ്മർ പസിൽ 1 എടുത്തു, ഡിമ്മർ പസിൽ 2. അതിൻ്റെ പ്രത്യേകത നോക്കിയാണ് കേട്ടോ. 2 എണ്ണം കത്തിയാണ് പോകുന്നത്. നേരത്തെ ഓരോണ്ണമായിട്ടാണ് പോകുന്നത്, ഇപ്പോൾ 2 എണ്ണമായിട്ടാണ് പോകുന്നത്. നമുക്ക് സ്പീഡ് കൂട്ടിയേക്കാം. ഷേപ്പ് പാരാമീറ്ററിൽ സ്പീഡ് കൂട്ടിയിട്ട് നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിൽ ഈ ഷേപ്പ് ഓഫ് ചെയ്യുക, സീൻ കൊടുക്കുക, ഈ 11 ആക്സെപ്റ്റ് ക്ലിയർ. ഒന്നാമത്തേത്, രണ്ടാമത്തേത് ഉണ്ടോ. ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് പ്ലേ ബാക്കിൽ സേവ് ചെയ്യുന്നത്. നമുക്ക് ഈ ഷേപ്പിനെ നമുക്കൊരു സീനിൽ ചെയ്ത് നമുക്കൊരു ചേസിലിരുന്ന് സേവ് ചെയ്ത് നോക്കാം. ലൊക്കേറ്റ് പ്രസ് ചെയ്യുക, ഒരു കളർ കൊടുക്കുക. ഈ കളർ ബ്ലൂ കൊടുക്കുക. അല്ല, റെഡ്. നമുക്കൊരു ഷേപ്പ് കൊടുത്തിട്ട് റീപ്ലേ ഷേപ്പ്, ഡിമ്മർ ഷേപ്പ്, ഡിമ്മർ പ്ലസ് 1. സ്പീഡ് ഒന്ന് കൂട്ടാം. ഈ സ്പ്രെഡിൽ നമുക്കൊരു ഓക്കെ. നമ്മൾ ഇതൊന്ന് ചേസിൽ സേവ് ചെയ്യാം. നമുക്ക് ഷേപ്പ് ഓഫ് ചെയ്യാം. ചേസ് കൊടുക്കുക. ചേസ് കൊടുത്തിട്ട് നമ്മൾ ഏത് കീ ആണ് നമുക്ക് 10ാമത്തെ അതിൽ സേവ് ചെയ്യും. 11, 12 നമ്മൾ ആൾറെഡി സീന് സേവ് ചെയ്തിട്ടുണ്ട്. 10ൽ പ്രസ് ചെയ്യും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഒരു ക്യൂ സേവ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് സേവ് ചെയ്യും. ഇവിടെ 1 ആയി. അപ്പോൾ റെഡ് ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റാം. പാലറ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ കളർ 2 ബ്ലൂ ആയിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. 2 ആയി. അടുത്ത കളർ പ്രസ് ചെയ്തു. 4ാമത്തെ കളർ നമ്മൾ
എന്നിട്ട് എക്സിറ്റ് ക്ലിയർ അടിക്കുക, ഫേസ് ഓഫ് ചെയ്യുക. നോക്കാം കണ്ടോ. ഇതൊരു സീനാണ്, ഇത് ചേസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.